الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മളെപ്പോലെ മനുഷ്യന്മാരല്ലാത്ത ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട്. മൃഗങ്ങളുണ്ട്. മൃഗങ്ങളും മനുഷ്യന്മാരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മൃഗത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ മനുഷ്യന് വിവേചന ബുദ്ധിയുണ്ട്, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കുന്നു എന്നതോടൊപ്പം തന്നെ വിവേചിക്കാൻ സാധിക്കുന്നു എന്നതോടൊപ്പം തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയരാനുള്ള കഴിവൊക്കെ മനുഷ്യന്മാർക്കുണ്ട്. ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ പറയപ്പെടുന്നു എന്ന നിലക്കാണ് മനുഷ്യന്റെ വ്യതിരിക്തത എന്നിരുന്നിട്ടുകൂടി ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വാർത്തകൾ നോക്കുമ്പോൾ, ഇപ്പോ ഒരു 2-3 ദിവസത്തെ പത്രങ്ങൾ, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പത്രങ്ങൾ, അല്ലെങ്കിൽ ദിവസവും വരുന്ന പത്രങ്ങൾ എടുത്ത് നമ്മളൊന്നിങ്ങനെ വെറുതെ ഒന്ന് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു വല്ലാത്ത സങ്കടകരമായൊരു കാര്യം, മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യൻ സൂക്ഷിക്കേണ്ട ധാർമ്മികത എന്ന് പറയുന്ന ഒരു മൂല്യമുണ്ടല്ലോ. ആ ധാർമ്മികത തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയല്ലേ, പറഞ്ഞത് നെഗറ്റീവ് തന്നെയാണ് പറഞ്ഞ കാര്യം. പക്ഷേ ഒരു നെഗറ്റീവായ കാര്യം ഇങ്ങനെ മനുഷ്യന്മാർ മുഴുവനും തകർന്നു, തരിപ്പണമായി, നശിച്ചു, കുഴപ്പത്തിലാണെന്ന് പറയാൻ വേണ്ടി പറയേണ്ട സംഗതിയല്ല നടത്തുന്നത്. മറിച്ച് മനുഷ്യന്റെ ധർമ്മബോധം എന്തായാലും അത് തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് സാക്ഷ്യങ്ങൾ, സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതാവട്ടെ ദിവസം വരുന്തോറും ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുന്ന വാർത്തകളാണ് മുമ്പിലേക്ക് എത്തുന്നത്. മനുഷ്യന്റെ അന്തസ്സിന് നിരക്കാത്ത ഒരുപാട് വാർത്തകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ അത് നമ്മുടെ കാതുകളിലൂടെ കേൾക്കേണ്ടി വരുന്നു, കണ്ണുകളിലൂടെ കാണേണ്ടി വരുന്നു, വായിച്ചു പോകേണ്ടി വരുന്നു. നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന വാർത്തകൾ വേണ്ട, ഇനി ഇന്നത്തെ പത്രത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്ന ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ. ഈ അടുത്ത് വന്നിട്ടുള്ള, കഴിഞ്ഞ ആഴ്ചയിലെങ്ങാണ്ട് വന്നിട്ടുള്ള ഒരു വാർത്ത, ഇൻസ്റ്റാഗ്രാമിൽ റീലെടുക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യന്മാര് കുടിക്കുന്ന കുടിവെള്ളത്തിന്റെ ടാങ്കിൽ ഇറങ്ങിയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് പ്രചരിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് അത് റീലെടുത്തിട്ട് പ്രചരിപ്പിക്കുക.
മനുഷ്യന്മാർ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ കുളിക്കുക, എന്നിട്ട് അത് റീലെടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്, ഭർത്തൃമതിയായ യുവതി ഭർത്താവിനെ കൊന്നിട്ട് കാമുകന്റെ കൂടെ, നെഗറ്റീവാണ് കേട്ടോ പറയണതൊക്കെ, വാർത്തകൾ അങ്ങനെ വരുന്നത്. ഇത് പറയേണ്ടത് ഒരു വലിയ ധാർമ്മികതയുടെ സദാചാര ബോധത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ എത്രമേൽ പ്രാധാന്യപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നമ്മളെ സ്വാധീനിക്കേണ്ടതുണ്ട് എന്നുള്ള വളരെ കൃത്യമായ ഒരു പോസിറ്റീവ് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പറയണമെങ്കിൽ ഇങ്ങനെ ചില വാർത്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണം എന്നുള്ള കൊണ്ട് മാത്രമാണ് നിർബന്ധപൂർവ്വം നെഗറ്റീവുകൾ പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു വാർത്തയുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊന്നാണ് വന്നിട്ടുള്ളത്. ദിവസം ഉണ്ടാവും വാർത്തകൾ ഇതുപോലത്തെ. 3 വയസ്സായ ഒരു കൊച്ചു കുഞ്ഞിനെ തലക്കടിച്ചിട്ട് നിലത്തടിച്ചിട്ട് തലക്ക് കൊന്നിട്ട് കാമുകന്റെ കൂടെ പോയി. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ. കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള വേറൊരു വാർത്തയാണ്, +2 പഠിക്കുന്ന കുട്ടി താൻ പഠിപ്പിക്കുന്ന അധ്യാപിക ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ അതിക്രൂരമായിട്ട് കുട്ടിയെ പലവട്ടം പല രീതിയിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്തു, കള്ള് കൊടുത്തു, എന്നിട്ട് തന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. ഏറ്റവും മാന്യമായ ഭാഷയിൽ പറയാൻ പറ്റുന്ന ഒരു ഭാഷ അതാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തി. എന്നിട്ട് അതിന് ആ കുട്ടിക്ക് വിഷാദരോഗം പിടിപെട്ടു. എന്നിട്ടും ആ കുട്ടിയെ കിട്ടാൻ വേണ്ടിക്കൊണ്ട്, ആ കുട്ടിയുടെ അയൽവാസികളെ സ്വാധീനിച്ച് കുട്ടിയെ കിട്ടാൻ വേണ്ടിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുന്ന ഒരു അധ്യാപികയെ കുറിച്ചുള്ള വാർത്ത, ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ രോഗികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ അത് വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾക്ക് നേരെ വന്നിട്ടുള്ള സൈബർ ആക്രമണത്തെ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ വായിച്ചു തള്ളുകയോ അല്ലെങ്കിൽ വായിച്ച് ആശ്ചര്യപ്പെടുകയോ അതല്ലെങ്കിൽ നമ്മൾ വല്ലാതെ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്തൊരു വാർത്ത. ഇങ്ങനെ ഒരുപാട് ഇത് പറയുകയാണെങ്കിൽ ഇന്നത്തെ വാർത്ത 10 എടുത്ത് വെച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട സംഗതി എന്താണെന്നറിയുക, ഇതൊക്കെ മനുഷ്യന്മാർക്ക് ജീവിതങ്ങളുടെ സൗകര്യങ്ങളുടെ കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ ധാർമ്മികതയുടെ കുറവ് കൊണ്ടോ ഇതൊന്നുമല്ല. ഒരുപാട് വാർത്തകൾ പറയുമ്പോൾ പരിശുദ്ധ ഒറ്റ ആയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് പറയുമ്പോഴത്തെ ഒരു ആയത്തിനെ ചേർത്ത് വെക്കാം. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ചാൽ കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ഫുർഖാനിലെ 44-ാമത്തെ ആയത്താണത്. അള്ളാഹു ചോദിക്കുകയാണ്, അം തഹ്സബു, നീ കരുതുന്നുണ്ടോ അന്ന അക്തറുഹും യസ്മഊന ഔ യഅഖിലൂൻ, ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അധിക മനുഷ്യന്മാരും അവര് കേൾക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, ബുദ്ധി കൊടുക്കുന്നവരാണ് എന്ന് നബിയെ താങ്കൾ കരുതുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാ, ഇൻഹും ഇല്ലാ കൽ അൻആം, അതിലൊന്നും അവർക്ക് കഴിയണില്ല. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കാൻ മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന ചില അടയാളങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അടയാളങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെയല്ല ആകേണ്ടത്, എന്റെ സമൂഹം ഇങ്ങനെയല്ല ഉണ്ടാകേണ്ടത് എന്ന് ചിന്തിക്കാനോ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നേരിന്റെ പാത സ്വീകരിക്കാനോ സാധിക്കുന്ന രൂപത്തിലല്ല മനുഷ്യനുള്ളത്. മനുഷ്യന്റെ അവസ്ഥ ഇതിനൊന്നും സാധിക്കാത്ത കുറെ അൻആമുകൾ ഇവിടെ ഉണ്ട്, കുറെ ജീവജാലങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, നാൽക്കാലികളുണ്ട്, അവരെ പോലെയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നാൽക്കാലികളെ പോലെ സമരസപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവർക്ക് മോശമാകുന്നുള്ളതുകൊണ്ടായിരിക്കും, അത് അള്ളാഹു അറിയുന്നത് കൊണ്ടായിരിക്കും. ബൽ അല്ല, ഹും അദല്ലു സബീല, അല്ല അതിനേക്കാൾ പഴച്ചുപോയ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്ന് ഒരുപാട് മനുഷ്യന്മാരുടെ അക്തറുഹും കുറെ മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ആയത്ത് 179-ാമത്തെ ആയത്തിലും ഏകദേശം ഇതേ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കുറെ മനുഷ്യന്മാർക്ക് കേൾക്കേണ്ട ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ട്, ഖുലൂബുണ്ട്, ഗ്രാഹ്യശേഷികളുണ്ട്, പക്ഷെ ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കുന്നില്ല. കാണേണ്ടത് കാണാനുള്ള കണ്ണുകളുണ്ട്, പക്ഷെ കാണേണ്ടത് കാണുന്നില്ല. അതേപോലെ തന്നെ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ട കണ്ണുകളെ കൊണ്ട് കാണുന്നില്ല. കേൾക്കാൻ കാതുകളുണ്ട്, പക്ഷെ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ എന്ന് അല്ലാഹു പറഞ്ഞു. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, ഗഫലത്ത് അവരെ ബാധിച്ചിരിക്കുന്നു, അശ്രദ്ധരാണത്. കാര്യങ്ങൾ ഗ്രഹിക്കേണ്ട രൂപത്തിൽ ഗ്രഹിക്കാൻ സാധിക്കാത്തവണ്ണം അശ്രദ്ധ ബാധിച്ചിരിക്കുന്നു. കാണേണ്ടത് കാണാൻ കഴിയാത്തവണ്ണം അവരുടെ കണ്ണുകൾക്ക് അശ്രദ്ധ ബാധിച്ചിരിക്കുന്നു. കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയാത്തവണ്ണം അവർക്ക് ശ്രദ്ധ തിരിഞ്ഞു പോയിരിക്കുന്നു
ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തു അഅറാഫിലെ 179-ാമത്തെ ആയത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. നേരത്തെ സൂചിപ്പിച്ചല്ല, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയരാനും വളരാനും സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തതയുള്ള മനുഷ്യൻ, ഈ രണ്ട് ഗുണങ്ങൾ മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടും അത് വേണ്ടവണ്ണം ഉപയോഗിക്കുന്നില്ല എന്നാണല്ലോ ഈ ആയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പറയേണ്ടി വരുന്നു, മനുഷ്യന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ആകേണ്ടത്. ഇതുണ്ടായിട്ട് എന്താ ചെയ്യണത്? ഈ വിശേഷ ബുദ്ധി ഉണ്ടായിട്ട്, വകതിരിവിന്റെ ബുദ്ധി ഉണ്ടായിട്ട്, അതേപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയരുക എന്നൊക്കെ 3 വട്ടം പറഞ്ഞത്, ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ ഇത് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തില്ലെന്ന് മാത്രമല്ല അവന്റെ വിശേഷ ബുദ്ധി ഏറ്റവും വിദഗ്ധമായി കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളിടത്തേക്ക് കൊണ്ടുപോകണത്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവന് മാറാനും ഉയരാനും സാധിക്കുന്നു എന്നുള്ള അവന്റെ ആ പ്രാപ്തി, അവൻ ചെയ്ത കുറ്റകൃത്യങ്ങളെ ഏത് രീതിയിൽ മൂടിവെക്കാനും മറച്ചുവെക്കാനും ഇതിനെ വീണ്ടും ആവർത്തിക്കാനും എങ്ങനെയൊക്കെ കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ കഴിയും എന്നുള്ളിടത്തേക്ക്, ചെയ്ത കാര്യത്തിലേക്ക് വീണ്ടും എത്താനുള്ള സാഹചര്യങ്ങൾ പിന്നെ എന്തൊക്കെയുണ്ട്, അങ്ങനെ ഉയരാൻ സാധിക്കുന്നിടത്തേക്ക് ചിന്തിക്കുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു കുറ്റകൃത്യത്തിൽ മറ്റൊരു കുറ്റകൃത്യത്തിലേക്ക് ഉയരാൻ എന്തൊക്കെ വഴിയുണ്ട്, വകുപ്പുണ്ട് എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് മനുഷ്യന്റെ പൊതുവെയുള്ള അവസ്ഥ. സമർത്ഥമായി കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് ഈ വിശേഷ ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയരാനുള്ള അവന്റെ കൽപ്പില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമായ ഒരു ഗുണം, വിശ്വാസിയുടെ ഗുണം, മുഅ്മിനിന്റെ ഗുണം, ഈമാനിന്റെ തേട്ടം എന്നുള്ള നിലക്ക്, ഈമാനിന്റെ ആവശ്യം എന്നുള്ള നിലക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പുലർത്തിക്കൊണ്ടുവരേണ്ട ധാർമ്മികതയുടെ ഒരു വലിയ പാഠമാകുന്നു ഹയാ എന്ന് പറയുന്ന ഗുണം. ഇതില്ലാണ്ട് പോവാണ്. ഹയാ എന്ന വാക്കിന് നമ്മൾക്ക് മലയാളത്തിൽ കേൾക്കാറുള്ള അർത്ഥം ലജ്ജാബോധം, ലജ്ജാശീലം, നാണം എന്നൊക്കെയാണ്. പക്ഷേ ആ അർത്ഥം മതിയാകൂല. കാരണം അതുകൊണ്ട് തന്നെ ആ അർത്ഥം വിശദീകരിക്കാൻ ലജ്ജ എന്നുള്ള വാക്കിന് പകരം ഹയാ എന്ന് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഹയാ ഇല്ലാത്ത മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖാ. മനുഷ്യന്റെ ഫോളോ ചെയ്യുന്ന ഒരുപാട് മതചിന്തകൾ അവിടെ ഉണ്ട്, ദീനുണ്ട്, ഇവിടെ അവരുടെ ജീവിത രീതികളുണ്ട്. മനുഷ്യന്റെ ജീവിത രീതികളിലൊക്കെ കുറെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ, അഖ്ലാഖ് ഉണ്ട്, നല്ല ഗുണങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ ഹുലുക്ക് എന്ന് പറയുന്നത് എല്ലാ ഹുലുക്കിനെയും മനുഷ്യന് അവന് സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹയാ ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പഠിപ്പിക്കുകയുണ്ടായി. അപ്പോ ഹയാ എന്ന് പറഞ്ഞാൽ നാണം കുണുങ്ങുക എന്നുള്ളതല്ല, ലജ്ജാബോധം എന്നുള്ളതല്ല, അതിനെയൊക്കെയും അതിലുണ്ട്. അതോടൊപ്പം എന്താന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ, ഒരൊറ്റ സെന്റൻസ് ചുരുക്കി പറയാമെങ്കിൽ അതിങ്ങനെയാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ്, അവൻ നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം, നിരോധിച്ച ഒരു കാര്യം, ആ കാര്യം നമ്മൾക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എന്റെ റബ്ബ് എന്നോട് പാടില്ലെന്ന് പറഞ്ഞ ഒരു കാര്യമാകുന്നു ഇത്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവനാണ് എന്ന ഒരു പ്രേരണയോടുകൂടി, ഉള്ളിൽ നിന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അതിന്റെ ഭാഗമാകാതിരിക്കാനും അത്തരം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും, റബ്ബ് വിരോധിച്ച തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ ഈമാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹയാ. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ആ ഹയാ ഇന്ന് ഇല്ലാതെ പോയി. മനുഷ്യന്റെ വിശ്വാസികളിൽ നിന്നില്ലാതെ പോകുന്നു, വിശ്വാസികൾ എന്ന് പറയുന്നവരിൽ നിന്നില്ലാതെ പോകുന്നു. പിന്നുണ്ടോ അതല്ലാത്തവരായ ആളുകളുടെ കാര്യം? ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, പ്രവാചകനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് പറയാം, അശദ്ദു ഹയാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ശക്തമായി കൊണ്ട് ഹയാ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹയാഇനെ കുറിച്ച് പറയുന്ന ആ ഹദീസിലെ വാക്കെന്താണെന്നറിയോ? മിൻ അദ്റാഅ ഫീ ഖദ്രിഹ. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു മലയാള പരിഭാഷ എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്തപുരത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന കന്യകയെ പോലെ, അതിനേക്കാൾ എന്ന കന്യകയെ പോലെ, അതിനേക്കാൾ. അന്തപുരത്തിലെ കന്യക എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ വിശുദ്ധിയോടും കൂടി തനിക്ക് ആരെയും കാണാൻ, തന്നെ കാണേണ്ട
കാണേണ്ടവരായിട്ടുള്ള ആളുകൾ അതിനപ്പുറത്തേക്ക് ഒരാളെയും കാണണ്ട എന്നുള്ള നിലക്ക്, ആ വിശുദ്ധി എന്നുള്ള നിലക്ക് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിത്രീകരിച്ചതാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ, ആ ഒരു കന്യക സ്ത്രീ, അതിനേക്കാളൊക്കെയും അശദ്ദു ഹയാ ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം അതേ ഹദീസിൽ റസൂൽ വിശദീകരിക്കുന്നുണ്ട്. വകാന ഇദാ കരിഹ ശൈഅൻ അറഫനാഹു ഫീ വജ്ഹിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖാക്കളിൽ നിന്ന്, സ്വഹാബികളിൽ നിന്ന് അനിഷ്ടകരമായ എന്തെങ്കിലും ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരഭാവത്തിൽ, മുഖഭാവത്തിൽ, ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ, ആ ശരീരഭാവത്തിലും പിന്നെ മുഖഭാവത്തിലും ഒക്കെ അതിങ്ങോട്ട് പ്രകടമാകും, ആ അനിഷ്ടം ഇങ്ങോട്ട് പ്രകടമാകും. എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, ഇത് അയാളിൽ വന്നുപെട്ടല്ലോ എന്നുള്ള ഒരു അനിഷ്ടം പ്രകടമാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ആ നിലക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ അശദ്ദു ഹയാഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹയാ നല്ലോണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനിഷ്ടകരമായ, സദാചാര വിരുദ്ധമായ, അധാർമികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നുവോ അങ്ങനെ ഒരു സ്വഭാവത്തെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കണം. അതായിരിക്കണം നമ്മളുടെ ദീനിന്റെ തേട്ടം എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് ദീനിന്റെ ഈമാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ആമിർ അല്ല, ഉഖബത്ത് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഇന്ന മിമ്മാ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. ഒരുപാട് കേട്ട ഹദീസായിരിക്കും. ജനങ്ങള് മുൻഗാമികളായ ആദ്യ കാലഘട്ടത്തിലെ നബിമാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാഠങ്ങൾ എന്നുള്ള നിലക്ക് ജനങ്ങൾ പകർത്തിപ്പോരുന്ന ഒരു നല്ല ഗുണമാകുന്നു ഹയാ. പക്ഷെ അവരിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു വല്ലാത്ത ഒരു പാഠം എന്താണെന്നറിയോ? ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത. ലജ്ജയില്ലെങ്കിൽ പിന്നെ തോന്നിയതുപോലെയാകാം. ലജ്ജയല്ല, ഹയാ ഇല്ലെങ്കിൽ പിന്നെ തോന്നിയതുപോലെയാകാം. ഇത് ഇന്ന് മനുഷ്യനെ വല്ലാതെ പിന്നെ മനുഷ്യന്റെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ഈ ശ്രേഷ്ഠ ഗുണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നല്ല ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നുകൂടി പറയാം, ഈമാനുള്ള ഒരാൾക്ക് അവന് തിന്മകളിലേക്ക് നമ്മുടെ കണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ചിന്തകളിലേക്ക് തിന്മകളെ കൊണ്ടുവരാൻ കഴിയില്ല. അഥവാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അവന്റെ ഹയാ അവനെ പശ്ചാത്തപിക്കാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ഈമാൻ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ജീവിക്കുവാനുള്ള ബാധ്യതയെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അൽ ഹയാഉ വൽ ഈമാനു ഖുറനാഉ ജമീഅൻ. ഹയാഉം ഈമാനും രണ്ടും ഒന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു കാര്യം ശ്രേഷ്ഠമാകുന്നു. രണ്ടും ഒരുമിച്ച് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാകുന്നു. ഈമാൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ഹയാ ഉണ്ടാകും. ഹയാ ഉള്ള ഒരാൾക്ക് അയാൾക്ക് ഈമാനിലേക്ക് എത്താൻ ശരിക്കു സാധിക്കും എന്നർത്ഥം. തുടർന്ന് പറയുന്നുണ്ട്, ഒരാളിൽ നിന്ന് അതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ മറ്റതും ഇല്ലാതെയാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട എത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ ഹയാ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അധാർമിക ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നു. അതിപ്പോ ഒരു മൊബൈൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. മൊബൈലിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകാറുള്ളത് എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഇങ്ങനെ മൊബൈലിൽ ഒരു റീല് കാണുമ്പോൾ അതല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ അത് വേണ്ടാത്തതാണ്, എന്റെ സമയം കവരുന്നതാണ്, ഞാൻ കാണാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നിട്ടൊരു കുറ്റബോധമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും.
പക്ഷെ വീണ്ടും നമ്മുടെ കയ്യിൽ അതേ സാധനം ഉണ്ട്. നമ്മൾ പോയയിടത്തേക്ക് അതിനേക്കാൾ ഗൗരവപ്പെട്ട ഇടത്തേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയോ ദൃഷ്ടിയോ കൊണ്ടെത്തുന്നത്. പിന്നീട് നമ്മൾക്ക് പതുക്കെ പതുക്കെ അതൊരു പ്രശ്നമല്ലാതെയായി മാറുക എന്നുള്ളത് ഇന്നിന്റെ ദുരന്തമാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഹയാ എന്നുള്ള ആ ഗുണം നമുക്കില്ലാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു അടയാളമാകുന്നു അത്. ഇതിന്റെ ഒരു പര്യവസാനം എവിടെ എത്തിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഹയാ ഇല്ലാത്ത മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഈമാനും ചോർന്നു പോകുന്നു. കാരണം ഇത് രണ്ടും ഖുറന ആണ്. ഒന്ന് മറ്റൊന്നിന്റെ കരീനാകുന്നു, കൂട്ടുകാരനാകുന്നു. ഒന്ന് പോയാൽ മറ്റൊന്ന് പോകുന്നു. ഈ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടിയുണ്ട്. ഇന്നല്ലാഹ ഇദാ അറാദ അൻ യുഹ്ലിക അബ്ദൻ നസഅല്ലാഹു മിൻഹുൽ ഹയാ. വളരെ ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് എന്തെങ്കിലും വിപത്ത്, റബ്ബിന്റെ ഒരു അദാബ്, ഹലാക്ക് ഒരാളെ ബാധിക്കണം എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും വലിയ എളുപ്പമുള്ള ഒരു മാർഗം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളെ ഹലാക്കിലാക്കാൻ അയാളിൽ നിന്ന് ഹയാ അങ്ങോട്ടില്ലാതെ പോകും. എന്ന് പറഞ്ഞാൽ ഹയാ ഇല്ലാതെ പോകുന്നതോടുകൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തോ ഒരു അദാബ് വരുന്നുണ്ട്. ഹയാ ഇല്ലാതെ പോകുന്ന അടയാളം എന്താ? അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മളുടെ ശ്രദ്ധ, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, ഇതൊക്കെയും റബ്ബിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി കൊണ്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാകുന്നു ഹയാ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹയാ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ആകുന്നുണ്ടെങ്കിൽ അതിന്റെ ദുരന്തം എന്തായിരിക്കും വരാനിരിക്കും? റബ്ബ് തന്നെ ഹലാക്കിലാക്കിയിരിക്കുന്നു, റബ്ബിന്റെ ശിക്ഷ വരാനിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. എന്തെങ്കിലും തരത്തിൽ വരാണ്ടാണ്, അത് നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ആലോചിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ, ഈമാനിൽ പ്രചോദിതമായ നിലപാട് സ്വീകരിക്കാനുള്ള തൗഫീഖ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടിയുണ്ട്, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ. ഹയാ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ശ്രേഷ്ഠ സ്വഭാവമാണ്. റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഹയാ ഉണ്ടാകണം, ശരിയാവണ്ണം ഉണ്ടാകണം. ശരിയാവണ്ണം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നന്മകളുണ്ടാകും. വേണ്ടാത്തതൊക്കെയും ചിന്തകളിൽ നിന്ന് നീങ്ങിപ്പോകാൻ അത് ഉപകരിക്കും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കാൻ, വേണ്ടാത്തത് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റരുത് എന്ന് ചിന്തിക്കാൻ ഹയാ ഉള്ള മനുഷ്യന് സാധിക്കും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതേപോലെ തന്നെ റബ്ബ് തനിക്കൊരു മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരണം, അതേക്കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയും മരണാനന്തര പരീക്ഷണങ്ങളിൽ നിന്ന് തനിക്ക് ജാഗ്രതയുണ്ടാകണം, അതിൽ പെട്ടുപോകാതിരിക്കാൻ തനിക്ക് ജാഗ്രത കാണിക്കണം എന്ന് ചിന്തിക്കും. അങ്ങനെ പരലോക ബോധത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോ അതാകുന്നു ശരിയായ ഇസ്തിഹ്യാ മിനല്ലാഹ്, അല്ലാഹുവെ കുറിച്ചുള്ള ലജ്ജാബോധം, ഹയാ ബോധം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് നമ്മൾക്ക് ഓരോരുത്തർക്കും പാഠമാകട്ടെ. നാഥൻ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിൽ പ്രചോദിതമായി കൊണ്ട് ജീവിക്കുന്നിടത്ത് മാത്രമേ വിജയമുള്ളൂ. സമൂഹം എങ്ങനെ പോകുന്നു, ഒഴുക്കിനൊപ്പം പോകാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. ഒഴുക്കിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ എനിക്ക് ഈമാനുണ്ട്, ഞാൻ മുഅ്മിനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒഴുക്കിനൊപ്പം പോകാതെ ഒന്ന് മറികടന്ന് പോകാൻ, ഒന്ന് എതിർ ദിശയിലേക്ക് നീങ്ങാൻ, ഈമാന്റെ ദിശയിലേക്ക് നീങ്ങാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്താനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നാഥൻ നമുക്ക് എല്ലാവർക്കും ആ അർത്ഥത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനുമായ നാഥ, ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ, പോരായ്മകൾ, ഞങ്ങൾ മറന്നും ബോധപൂർവം ചെയ്തു കൂട്ടിയതായ എല്ലാ തെറ്റുകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ യുവസമൂഹത്തെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഞങ്ങളെ തന്നെയും നിന്റെ നേരിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകൾ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, നാഥ എല്ലാവർക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ നിന്റെ അടുക്കലേക്ക് യാത്രയായവർക്ക് നാഥ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.